ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോഷി പൂവത്തിങ്കൽ. കുക്കിംഗ് വിത്ത് JPയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ഒരു ചക്കക്കുരു തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ ചക്കക്കുരു തോരനാണ്. അതിനായിട്ട് ചക്കക്കുരു ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് തൊണ്ട് കളഞ്ഞ്, ആ കറുത്ത തൊണ്ടും കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതായത് ഈ ചക്കക്കുരു ഇത് ഞാൻ അതിൻ്റെ ആ പുറമേയുള്ള തൊലി കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കരിന്തൊലി തരത്തിലുണ്ട്. അത് കഴിഞ്ഞിട്ട് പതിയെ കൈകൊണ്ട് ഒന്ന് തൂത്ത് കഴിഞ്ഞാൽ ആ കരിന്തൊലി പോകും. അങ്ങനെ ഉള്ളതാണിത്, ഈ കരിന്തൊലി പോയിട്ടിത്. അത് കഴിഞ്ഞ ശേഷം ഇത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതിപ്പം ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു ചക്കപ്പഴത്തിൻ്റെ ക്വാർട്ടർ ഫാം മേടിച്ചായിരുന്നു. അപ്പം അതിൻ്റെ കുരുവെടുത്ത് വെച്ചതാണ്. അത് ഒരു ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി. അപ്പോൾ അത് ഒരു ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ പുറമേയുള്ള തൊലി ഈസിയായിട്ട് പൊളിച്ച് കളയായിരുന്നു. അത് പൊളിച്ച് കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ആ കറുത്ത ഒരു പാട പോലെയുള്ള കരിന്തൊലി അത് കളഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സവോള എടുത്തിട്ടുണ്ട്. സവോള ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ആദ്യമേ നടുവേ ഇങ്ങനെ ഒന്ന് കണ്ടിച്ചിട്ട് പിന്നെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ അരിഞ്ഞെടുത്താണ് അത് ഇതുപോലെ. പിന്നെ ഒരു 2 കഷണം 2 കുടമല്ല 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 3-4 പച്ചമുളക്. ഇത് ഭയങ്കര എരിവുള്ള കാന്താരിമുളകാണ്, അതുകൊണ്ടാണ് 3-4 എടുക്കുന്നത്. അപ്പം ഇനി ഇത് ബാക്കിയുള്ളത് ഞാൻ ചക്കക്കുരുവും കട്ട് ചെയ്ത് സവോളയും കട്ട് ചെയ്ത ശേഷം ബാക്കി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പം ഇവിടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 വലിയ സവോള പൊടിയായിട്ട് അരിഞ്ഞത്, 2 കുടം വെളുത്തുള്ളി, പിന്നെ ഒരു 4 കാന്താരിമുളക്. ഞാൻ പറഞ്ഞാൽ ഭയങ്കര എരിവുള്ള കാന്താരിമുളകാണ്, അതുകൊണ്ട് വളരെ പൊടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 4 എടുത്തിട്ടുള്ളൂ. ഇത് ഏകദേശം ഒരു 250 ഗ്രാമോളം ആണ് ഈ ചക്കക്കുരു. അത് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു അരമുറി തേങ്ങ, അത്രയും തേങ്ങ ഇടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധനം കുറവാണ്. അപ്പം അരമുറി തേങ്ങയും വേണം. പിന്നെ കടുക് പൊട്ടിക്കാൻ എണ്ണയും കറിവേപ്പിലയും കടുകും വേണം. അപ്പോൾ ആദ്യമേ ഇത് നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് വേവിക്കും. ഒരു 3/4 സവോള അതിനകത്തിട്ട്, 3/4 എന്നല്ല, അല്പം സവോള മാറ്റി വയ്ക്കും കടുക് പൊട്ടിക്കാൻ വേണ്ടി. ബാക്കി സവോള ഇതൊരു പകുതി വേവാകുമ്പോഴത്തേനും അതിനകത്തോട്ടിടും. അപ്പം നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചക്കക്കുരു അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ഏതാണ്ട് ഒരു അരമുറി തേങ്ങയായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരല്പം വെള്ളം ഒഴിച്ച്, ചക്കക്കുരു ഈ മറ്റ് ഇലക്കറികൾ പോലെ അത്ര വെള്ളം ഇറങ്ങില്ല, അതുകൊണ്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മൂടി വെച്ചിരിക്കുകയാണ് തീ കത്തിച്ച്. അപ്പം ആദ്യമേ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അത് കുറേ കഴിയുമ്പോൾ എന്തെന്ന് നോക്കണം. അത് കഴിഞ്ഞ് ഒരു അല്പം വേവായി കഴിയുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ സവോളയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചേർക്കുന്ന. ഉപ്പും അത് അന്നേരം ചേർക്കുക ഒരു അല്പം വേവായി കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് അല്പം വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഒരു പകുതി വേവായി കഴിഞ്ഞപ്പോൾ നമ്മളതിൻ്റെ കൂട്ടത്തിൽ ആ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്തു. അത് കഴിഞ്ഞ് ചെറിയ തീയിൽ ഒന്നുകൂടെ മൂടി വെക്കുകയാണ്. അപ്പം ഇത് ഒരു വളരെ വേകുന്നുണ്ട്. തന്നെ പകുതി വേവായി. ഒരു 5 മിനിറ്റ് എടുത്തേ കാണുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനിയൊരു 5-6 മിനിറ്റും കൂടെ മൂടി വെച്ച് നമുക്ക് നോക്കാം. അന്നേരപ്പോഴത്തേന് സവോളയൊക്കെ വേകും. സവോളയിൽ വെള്ളം ഉള്ളതുകൊണ്ട് പിന്നെ ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ച് പിന്നെ സവോളയുടെ വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ ചെറു തീയിൽ നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ് വേകാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഈ ചക്കക്കുരു കറി നല്ലപോലെ തുറന്ന് ഉണങ്ങി വെന്തിരിപ്പുണ്ട്. അന്നേരപ്പോഴത്തേനും നമ്മൾ കടുക് പൊട്ടിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ചൂടായി കഴിഞ്ഞപ്പോൾ കടുക് ഇട്ടു. ഇപ്പോൾ കടുക് പൊട്ടുമ്പോൾ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടച്ചു വെച്ച്. കടുക് പൊട്ടിക്കഴിഞ്ഞു. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ഉള്ളി ഇടുന്നു. അപ്പോൾ ആ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കുറച്ച് ഉള്ളി ഇട്ടു. ഉള്ളി ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് ഉള്ളി ചെറുതായിട്ട് ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമ്മൾ അല്പം കറിവേപ്പിലയും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഉള്ളി ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കറിവേപ്പില ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് ഇങ്ങനെ ഇളക്കി. ഇപ്പം ഈ കടുക് പൊട്ടിച്ച് ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ തോരന് എടുത്തിടുക. അപ്പോൾ നമ്മൾ ആ കടുക് പൊട്ടിച്ചല്ലേ കടുക് തളിച്ചത് ഇതിനകത്തോട്ട് ആ ചക്കക്കുരു കറി ഇട്ട് നല്ലപോലെ ഇളക്കി
ആക്കി കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ഇപ്പം സംഗതി കംപ്ലീറ്റ് പ്രിപ്പയർഡായി. ഇത് കുറച്ചെടുത്തിട്ട് കൈ നല്ല ക്ലീൻ ആയിരിക്കാം കേട്ടോ, ചെറിയ ചൂടുണ്ട്. വാവ് വാവ്, സൂപ്പർ ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വളരെ നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്, പറയാതിരിക്കാൻ മേല. ഇത് തന്നെ തിന്നാൻ തോന്നും. ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ ഉഗ്രം കറിയാണ്. ശരി എന്നാൽ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.